ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്ത്. ബിന്ദു പ്രദീപ് നമ്പർ ചോദിച്ചു. ഇന്നാൾ ഇതുപോലെ ഞാൻ നമ്പർ 8 സ്മിതയ്ക്ക് വേണ്ടി, 8 സ്മിത വിളിച്ചതൊന്നുമില്ല. 81 29 099 843. 11 രാവിലെ ഒരു 11 മണി കഴിഞ്ഞിട്ടോ 5 മണിക്കകത്തൊക്കെ വിളിക്കാം. അത് കഴിയുമ്പം പിന്നെ രാവിലെ യൂട്യൂബിലൊക്കെ ഇടുന്ന സമയമാകുമ്പോൾ 11 മണി തൊട്ട് 5 മണിക്കകത്തൊക്കെ വിളിക്കാം മക്കളെ, ആവശ്യമുള്ളവർ ആർക്കായാലും. 81 29 099 843. എല്ലാ ഭക്തമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് വിഷമങ്ങൾ ചില മക്കൾക്കുണ്ട്. അവർക്കെല്ലാം ഭഗവാൻ അനുഗ്രഹവും കൃപയും കൊടുക്കണമേ, രോഗശാന്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമുക്ക് നോക്കി നാമം ചൊല്ലാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരാ ദൃഢം. അടിമലർ തൊഴുകിലൊരിച്ഛാഹീനം മുക്തന്മാരവർ. നാരായണ ജയ. കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവന്മയമെന്നോർക്ക സമസ്തം. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. കൗതുകമൊന്നിലും ഇല്ലിനി മഹതാം ഭഗവൽ ഭക്തന്മാരോടു കൂടി. ഭഗവൽ ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം. നാരായണ ജയ. കരുണാകരനാം ശ്രീനാരായണൻ അരുളിയിടം നിജ സായുജ്യത്തെ. ഒരു ഫലമുണ്ടോ 10,000 ഒരു ചത്തു പിറന്നാൽ. നാരായണ ജയ. ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽക്കാഴ്ച നിനക്കിഹ വച്ചേൻ. ജനിമരണങ്ങളെനിക്കിനി വേണ്ട പരിപാലയമാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. ഇവിടെ കൊടിയ തപസ്സുകൾ ചെയ്ത് ഓരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരത്തില്ല. നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് ഒന്നും ആഗ്രഹിക്കണ്ട. ഓരോരുത്തർ പലതും ആഗ്രഹിച്ചാണല്ലോ ഈശ്വരനെ വിളിക്കുന്നത്. അത് അങ്ങനെ വന്നാൽ എന്ത് വരും? ഫലം മുക്തി കിട്ടത്തില്ലെന്നാ. ഫലേച്ഛ കൂടാതെ ഭഗവാനെ ഭജിക്കുന്നവർക്ക് നിശ്ചയമായും മുക്തി സിദ്ധിക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഓരോ ഈ ലോക കാര്യത്തിന് വേണ്ടി ജീവിതകാര്യം, നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണല്ലോ ഈ ലോക ജീവിതം.
ശരീരത്തിന് എന്തൊക്കെ വേണം, വീടും കൂടും എന്തെല്ലാം ഉണ്ട്, അതെല്ലാം ഈ ലോകത്തുള്ള എല്ലാം ശരീരത്തിന് വേണ്ടിയുള്ളതാണ്. പരമാത്മാവിൽ ലയിക്കുന്നതിന് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പരമാത്മാവായിരിക്കുന്ന നമ്മുടെ ഈ ദേഹമല്ലാത്ത ദേഹിക്ക് വേണ്ടിയുള്ളതാണ്. അതിനു വേണ്ടി ഭഗവാനെ ആരാധിക്കുന്നതും തപസ്സിൽ നിന്നെല്ലാം മുക്തി മോക്ഷത്തിലേക്ക് കൊണ്ടുപോകും. ഈ ലോകചിന്തയിലുള്ള എല്ലാം നമ്മൾ എന്ത് പ്രാർത്ഥിച്ച് വേണം അത് വേണം ഇത് വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിന് മോക്ഷം കിട്ടുകയില്ല എന്ന്. അതുകൊണ്ടാണ് കൊടിയ തപസ്സുകൾ ചെയ്ത് ഓരോ ഫലം ഇച്ഛിച്ചിടുകയിൽ മുക്തി വരത്തില്ല. അടിമലർ തൊഴുകിലർ ഇച്ഛാഹീനം, ആഗ്രഹം ഇല്ലാതെ, ആഗ്രഹം ഹീനം വെച്ചാൽ ആഗ്രഹിക്കാതെ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിലേ ഭഗവാനുടെ ഭക്തിയും സ്നേഹവും വർദ്ധിക്കത്തുള്ളൂ. നമ്മളൊരു കാര്യത്തിന് വേണ്ടി സ്നേഹിക്കുന്നത് മറ്റുള്ള ഒരു കാര്യം കിട്ടാൻ വേണ്ടിയാണല്ലോ. അല്ലാതെ ഒന്നിനും വേണ്ടി അല്ലാതെ പരമാത്മാവിൽ മാത്രം ലയിച്ച് ഭഗവാനിൽ ചേരുക, ഭക്തി വർദ്ധിക്കുക, ഭഗവാനെ മാത്രം മതി, അങ്ങനെ ചിന്തിക്കുന്ന ഭക്തന്മാർക്കാണ് മോക്ഷത്തിനും അതാണ് കൈവല്യം. അതുപോലെ തന്നെ പിന്നെ കോപം കൊണ്ട് ശപിക്കരുതാരും. ഇതെല്ലാം എല്ലാം ഭഗവാൻമയമാണ് നമ്മൾ ഓർക്കണം. സുഖവും ദുഃഖവും കഴിഞ്ഞാൽ പിന്നെന്താ, സമമാണ്. സുഖവും ദുഃഖവും അനുഭവകാലം കഴിയുമ്പോൾ സമമിഹ, പിന്നെ അവിടെ സുഖവും ദുഃഖവും ഇല്ലല്ലോ. അതുകൊണ്ട് കോപം കൊണ്ട് ശപിക്കരുത്. ഓരോരുത്തരിങ്ങനെ അങ്ങനെ വരണം ഇങ്ങനെയുള്ളതൊക്കെ ഓരോരുത്തർ പറയുമല്ലോ, അതൊന്നും പാടില്ല. അതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെയും അതുപോലെ കൗതുകം ഒന്നിലുമില്ല ഇനി മഹതാം ഭഗവത് ഭക്തന്മാരോട് കൂടി എന്ത് ചെയ്യണം, ഭഗവത് ഗുണകഥന ശ്രവണങ്ങൾ, ഭഗവാന്റെ കഥകൾ കേൾക്കുകയും കേൾക്കുക എന്ന് വെച്ചാൽ ശ്രവിക്കുക എന്നർത്ഥം. അത് ചൊല്ലുകയും ധ്യാനിക്കുകയും അത് കേൾക്കുകയും ഭഗവാനിൽ ശ്രദ്ധാപൂർവ്വം ആരാധിക്കുകയും ചെയ്യണമെന്നാണ്. മറ്റൊന്നിലും മറ്റൊന്നിലും ഈ ഭഗവാനോടുള്ള സ്നേഹവും ഭക്തി അല്ലാതെ പുറമേ യാതൊന്നിനും വേണ്ടി കൗതുകം ഉണ്ടാകണ്ട. മോക്ഷത്തിലേക്ക് പോകുന്നവർക്കാണ് ഈ പറഞ്ഞത്. അല്ലാതെ ഈ ലോക ജീവിതത്തിലേക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതല്ല. ഇത് എല്ലാവർക്കും വേണ്ടുന്നതല്ല. ഒരു ഭക്തൻ്റെ കാര്യമാണ് അതിൽ പറയുന്നത്. ഒരു ഭക്തനെ മോക്ഷത്തിന് വേണ്ടി ഈശ്വരനോടുള്ള മോക്ഷം പോലും വേണമെന്ന് ആഗ്രഹിക്കത്തില്ല യഥാർത്ഥ ഭക്തൻ. ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ച് അവിടെ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷണം. കാരണം ഭഗവാനോട് ചേരുക എന്നുള്ളത് മാത്രമല്ല, ഇന്നത് വേണം, മോക്ഷം വേണമെന്നോ മുക്തി ഒന്നും തന്നെ മനസ്സിൽ കാണത്തില്ല. അതാണ് രസം. ഒന്നും നമ്മുടെ മനസ്സിൽ കാണില്ല. നമുക്ക് എപ്പോഴും ഭഗവാനേ എന്നുള്ള ചിന്ത മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ തന്നെയാണ് കരുണാകരനാം ശ്രീ നാരായൺ അരുളിയുടെ നിജ സായുജ്യത്തെ ഒരു ഫലമുണ്ടോ, 10,000 ഒരു ചത്തു പിറന്നാൽ, എത്ര ജന്മം ജനിച്ചാലും നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാണ്ട് ഒരു മോക്ഷം, അതായത് എത്ര ജന്മം ജനിച്ചാലും കിട്ടത്തില്ല. എത്രമാത്രം ജന്മം ജനിച്ചാലും ഒത്തിരികൂടെ ദോഷങ്ങൾ കൂടിക്കൂടി കിടക്കത്തേ ഉള്ളൂ. അതിൻ്റെ കർമ്മഫലങ്ങൾ അത് ഫലേശ കൂടാതെയൊക്കെ നമ്മൾ ചെയ്യണം. കരുണാകരന ശ്രീനാരായണൻ അരുളിയുടെ നിജ സായുജ്യത്തെ ഒരു ഫലമുണ്ടോ, 10,000 ഒരു ചത്തു പിറന്നാൽ, എത്ര ചത്ത് ജനിച്ചും മരിച്ചും കഴിഞ്ഞാലും ഒരു ഫലവും കിട്ടത്തില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭഗവാനിൽ ചേരുക വേണമെന്നുള്ളവർക്ക് ഈ ലോകചിന്തയിലോട്ടുള്ള താല്പര്യമില്ലാതെ കൗതുകം ഒന്നിനുമില്ലാതെ ഭഗവാനെ തന്നെ ശരണം. അങ്ങനെയുള്ളവർക്ക് ബഹുജന്മാർജിത കർമ്മം അശേഷം തിരുമുൽക്കാഴ്ച, നമ്മുടെ എത്രമാത്രം ജന്മങ്ങളെടുത്ത് അതിലെല്ലാം ഉള്ള കർമ്മഫലങ്ങളെല്ലാം ഭഗവാനെ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പുണ്യമായാലും പാപമായാലും എല്ലാം ഭഗവാൻ അർപ്പിക്കുക. ഭഗവാന്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ചിട്ട് നമ്മുടെ കർമ്മങ്ങൾ, ഭഗവാനെ ഞാൻ എന്തൊക്കെയാ ദോഷങ്ങൾ ചെയ്തത് അതെല്ലാം ഭഗവാന്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ചിട്ട് എനിക്കിനി ജനന മരണങ്ങളൊന്നും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് ഇതിൽ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമുക്കിനി കഴിഞ്ഞ ദിവസം വായിച്ചതിൻ്റെ ബാക്കി വായിക്കാം. വസുദേവരെ അടുക്കൽ കരം കൊടുക്കാനൊക്കെ പോയിട്ട് കൊടുക്കാൻ പോയിട്ട് നന്ദഗോപർ വസുദേവരുടെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് കയറിയപ്പോൾ പെട്ടെന്ന് തന്നെ സന്തോഷിക്കാനൊന്നും ഒത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളം പിടയ്ക്കുക, ഈ പൂതനയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്തോ വിഷമങ്ങൾ വരുന്നുണ്ട്, അത് പെട്ടെന്ന് പോകും, അവിടെ നാഥന്മാരായിട്ട് ആരും തന്നെ ഇല്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ നന്ദഗോപരെ പറഞ്ഞു വിട്ടെങ്കിലും അദ്ദേഹം ഇനി വന്നില്ല. അതിനുമുമ്പേ അവിടെ പൂതന വന്നു കഴിഞ്ഞു. കുഞ്ഞിനെ എടുത്ത് തട്ടി താലോലിച്ച് മടിയിലിരുത്തുന്നു. അപ്പം നന്ദഗോപുരജി വീട്ടിലെത്തിയിട്ടില്ല. വഴിക്ക് എവിടെയോ നടന്നു വരുന്നതേ ഉള്ളൂ. അതിനുമുമ്പേ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ആരാ? വസുദേവർ. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി ഇങ്ങനെ വായിക്കാം. ഭഗവാൻ ഇങ്ങനെ ഇവളെ കണ്ടപ്പോൾ കണ്ണുകളൊക്കെ അടച്ച് ഇങ്ങനെ കനൽക്കട്ട വെണ്ണീർ കൊണ്ട് മൂടിക്കിടക്കുന്നത് പോലെ
അതായത് നല്ല തടി വെന്ത് കണലായിട്ട് കിടക്കുമ്പം അല്പസമയം കഴിയുമ്പോൾ ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെണ്ണീർ ഇങ്ങനെ പൊതിഞ്ഞിരിക്കും, ഒരു കാറ്റടിക്കുമ്പോൾ പറന്നു പോകും. അങ്ങനെ കിടക്കുന്നത് പോലെ എന്നാണ്. ഭഗവാന്റെ കണ്ണ് അടച്ചിട്ടുണ്ടെന്ന്. കാരണം അകത്ത് കണലുണ്ട്, കണൽക്കട്ടയുണ്ട്. ഭഗവാൻ അറിയാം, ഉറങ്ങുമല്ല, പക്ഷെ ഉറങ്ങുന്നണക്ക് തോന്നിക്കും. ഭഗവാൻ അറിയാം. അങ്ങനെ വെണ്ണീർ കൊണ്ട് മൂടി കിടക്കും വണ്ണം ചെമ്മേ കിടക്കും ജഗന്നാഥ ബാലനെ സമ്മോദം ഉൾക്കൊണ്ട് കണ്ടൊരു പൂതന തൻ മാനസഗതി വന്നതെന്ന് ഓർത്തുടൻ അമ്മാമലർ പെൺ മണവാളൻ അന്തികെ ചെന്നിരിക്കുന്ന പോലെ തഥാസാദര. ഒരു ഭർത്താവിനടുക്കൽ പോയി ഇരിക്കുന്ന അത്ര നല്ല എന്തോ പറയുന്നതിന് അധികാരത്തോടി എൻ്റെ അവൾക്കുള്ള അവിടെ അവരുടെ ഭഗവാന്റെ അമ്മയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇവള് ആരോടും ചോദിക്കാതെ ചെന്ന് കുഞ്ഞിൻ്റെ അടുക്കലേക്ക് ചെന്നങ്ങ് സ്വാതന്ത്ര്യമായിട്ട് ഒരു ഭർത്താവിനോടുള്ള ഇതുപോലെ ഇരിക്കണമെങ്കിൽ അത്രയ്ക്ക് നല്ല ധൈര്യം വേണ്ടേ? അതുപോലെ എന്തെങ്കിലും ഇരിക്കുന്നതാണ് അമ്മാമലർ പെൺ മണവാളൻ അന്തികെ. മണവാളൻ്റെ അടുക്ക പോയി ചെന്നിരിക്കുന്ന പോലെ തഥാസാദരം. തന്നരികത്തിരുന്നാശു കരങ്ങളാൽ മന്ദമന്ദം തലോടി നന്ദിച്ചെടുത്തു മടിയിൽ വച്ചിടിനാൾ. തടവിക്കുമ്പം മാതാവ് വിചാരിക്കും, യശോദ വിചാരിക്കും സ്നേഹം കൊണ്ടല്ലേ തടവിട്ടിട്ട് എടുത്തങ്ങ് മടിയിലോട്ട് വെച്ച്. അപ്പോൾ അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഒരു സുന്ദരിയായ ഒരു സ്ത്രീ തടവി കുഞ്ഞിനുള്ള സ്നേഹം കൊണ്ട് എടുത്ത് മടി വെച്ചെന്നേ അവർ ധരിക്കത്തുള്ളൂ. ഇവക്കുള്ള സുന്ദരത്വം അങ്ങനെയാണല്ലോ, മായയാണല്ലോ. ഖിന്നത വിട്ടുറങ്ങും ദിജിഹേന്ദ്രനെ മുന്നിലാമാർ രജ്വഗ്ര ഖണ്ഡാശയ കണ്ടെടുക്കും വണ്ണം. അതായത് ഒരു സർപ്പശ്രേഷ്ഠൻ, ഒരു പാമ്പിൻ്റെ അത്ര ശ്രേഷ്ഠനായ ഒരു പാമ്പ്, നന്നായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരു പാമ്പിനെ കയറാണെന്ന് പറഞ്ഞ് എടുക്കുന്നത് പോലെ ഭഗവാൻ ഒരു നിസ്സാരക്കാരനാണ്. ഇതിനകത്ത് ഒന്നും ഇല്ല, വെറും ഒരു കയറാണ്, പാമ്പൊന്നും അല്ല. അത്രയ്ക്ക് എന്നാൽ ഭഗവാന്റെ വീരസ്യോ ഗുണമോ ഒന്നും ഒക്കെ അറിയില്ല. അതുകൊണ്ട് ഒരു സർപ്പശ്രേഷ്ഠനാണെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ ഒരു കയറിനെ എടുക്കുന്ന ലാഘവത്തോടുകൂടി തന്നെ കുഞ്ഞിനെടുത്ത് മടിയിൽ വെച്ചു. അതാണ് ഇതിൽ ഉപമ കൊടുത്തേക്കുന്നത്. ഒരു കയറെടുത്ത് വയ്ക്കുന്ന പോലെ ഒരു പാമ്പിനെ, ശ്രേഷ്ഠനായ ഒരു ഉഗ്രനൊരു വിഷപ്പാമ്പിനെ എടുത്ത് ഒരു കയറ് കണ്ടെടുക്കുന്നത് പോലെ അവിടെ എടുത്തങ്ങ് നിസ്സാരമായി എടുത്തങ്ങ് മടിയിൽ വച്ചു. അങ്ങനെ കണ്ടെടുക്കും വണ്ണ ആനന്ദ ചേതസ കൊണ്ടനേർ വർണ്ണനെ ചെന്നെടുക്കുന്നതും സംഭ്രമത്തോട് പുണർന്നു മുകർന്നുകൊണ്ട് അൻപോട് അവൾ മടിതന്നിൽ വയ്ക്കുന്നതും കണ്ടിരിക്കുന്ന യശോദയും അന്തികയെ കരിങ്കുഴലാളായ അഴകിയ രോഹിണിയും അവരങ്ങനെ മായയാ മോഹനവേഷം ധരിച്ചു വിളങ്ങിന പൂതന തന്നെ തേജോ മഹിമകൾ ചേതസ കണ്ടുകൊണ്ടാടി നിന്നിടിനാർ. ഇത് ഈ സുന്ദരിയായ ഈ സ്ത്രീയെ കണ്ടിട്ട് അവരിതൊക്കെ കണ്ട് സന്തോഷിച്ച് കൊണ്ടാടി നിൽക്കുന്നു. എന്താ സുന്ദരിയല്ലോ എൻ്റെ കുഞ്ഞിനെ. അവർക്കും അറിയില്ല കുഞ്ഞാരാണെന്ന്, യശോദയ്ക്കും അറിയില്ല. അപ്പോൾ അവരുടെ സ്വന്തം മകനാണ്, സാധാരണ ഒരു മനുഷ്യക്കുട്ടി. ആ ഒരു സുന്ദരിയായ ഒരു സ്ത്രീ എടുത്ത് വയ്ക്കുന്നു. ഇത് സർപ്പശ്രേഷ്ഠനാണെന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലോ. അത് അത്ര ലാഘവത്തോടെ എടുത്ത് വെച്ചപ്പോൾ സാധാരണ കുട്ടിയാണെന്ന് എടുത്തോളം വിചാരിക്കുന്നു, അമ്മയും രോഹിണിയും ഒക്കെ വിചാരിക്കുന്നു. അങ്ങനെ അവരത് കണ്ടുകൊണ്ട് സന്തോഷിച്ചു. കാരണം ഇത്രയും ഒരു സുന്ദരി എൻ്റെ മോനെ എടുത്ത് ലാളിക്കുന്നുണ്ടല്ലോ എന്നേ അവർക്കറിയൂ. അവർക്കല്ലാതെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നടക്കുന്നതൊന്നും അവർക്കറിയില്ലല്ലോ. ഇത് വസുദേവർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, ഈ കംസൻ്റെ രഹസ്യങ്ങൾ. അതുകൊണ്ടാണ് ഈ പിതാവായ നന്ദഗോപരെ പെട്ടെന്ന് പറഞ്ഞു വിട്ടത്. പക്ഷേ ഇവിടെ ഇനി എത്തുന്നതിന് മുന്നേ പൂതന അങ്ങ് വന്നുപോയി. ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചനായിരുന്നു. അങ്ങനെ പാരം മനോഹര രൂപം കലർന്നിടും നാരീമണി ജഗന്മോഹിനി എങ്കിലും കോളെ തെളികടഞ്ഞേറെ നിശിതമാം വാൾ ഉറയിൽ പരിചോട് ചേരും വണ്ണം. ഒരു ഉറയിൽ വാൾ നല്ല അളന്ന് തിട്ടം കുറിച്ചൊരു ഉറയ്ക്കകത്ത് വാളിട്ടാൽ എങ്ങനെ ചേർന്ന് ആ ഉറയിലിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അല്ലാതെ ഒരു ശകലം ഒരു സൂചിക്ക് പോലും പിന്നെ കടക്കാൻ അതിൽ സ്ഥലം കാണത്തില്ല. അതുപോലെ ഈ കുട്ടിയെ അവൾ ചേർത്ത് പിടിച്ച് മടിയിലങ്ങ് കിടത്തി. ഒരു ഇടം പോലും ഇല്ലാത്തൊരു നന്നായി ചേർത്തങ്ങ് പിടിച്ച് ഇരുത്തി. വാൾ ഉറയിൽ പരിചോട് ചേരും വണ്ണം. അതാണ് ഉദാഹരണം. ഒരു വാൾ ഒരു ഉറയിൽ നിന്ന്, ഇടുപ്പൂട്ടിലൊക്കെ ഉറയിരിക്കും, രാജാക്കന്മാരുടെ വാൾ ഉറയിൽ നിന്ന് എടുക്കുകയും ഇടുകയും ചെയ്യുന്നത് പോലെ ഇവൾ അതുപോലെ ചേർത്തങ്ങ് കുഞ്ഞിനെ അങ്ങനെ വെച്ചു അടിയിൽ. വാൾ ഉറയിൽ പരിചോട് ചേരും വണ്ണം ഘോരയാ കർക്കശ തന്നെ മാനസതാരനോടുകൂടെ പുനരങ്ങനെ ബാലനെ തൻ മടിതന്നിൽ വച്ചാതരാൽ ബാലക്കുളർമുല വായിൽ നൽകിയിടനാൽ ചേർത്ത് പിടിച്ചെങ്കിലല്ലേ നമുക്ക് പാൽ കൊടുക്കാൻ പറ്റൂ. അഹർത്തി പിടിച്ചാൽ യശോദയൊക്കെ കണ്ടുപോകത്തില്ല. അതുകൊണ്ട് കാണാതിരിക്കാൻ ചേർത്തങ്ങ് പിടിച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ.
അങ്ങനെ ആ ബാലക്കുളർമുല വായിൽ കൊടുത്തു പാല് കുടിക്കാൻ. വാസുദേവൻ നിജപാണി യുഗളത്താൽ വാസവാരാതി കുലാങ്കന തന്നെ വാർമുല കോരകം ആശു മുറുകവേ സാമോദഭാവം നടിച്ചു പിടിച്ചുടൻ. അത് ഈ പാണി യുഗളം വെച്ചാൽ രണ്ട് കൈ കൊണ്ടും, വാസുദേവൻ വെച്ചാൽ ഭഗവാൻ കണ്ണൻ രണ്ട് കൈ കൊണ്ടും വാസവാരാധി കുലാങ്കന തന്നെ വാർമുല കോരകം ആശ മുറുകവേ സാമോദഭാവം നടിച്ച് അങ്ങ് പിടിച്ച് സന്തോഷരതിലൊക്കെ ചെന്നങ്ങ് പിടിക്കുമല്ലോ. കുട്ടിക്ക് നല്ലതായിട്ട് അറിയാം, ഇവളാണ് കാണോ ഭഗവാൻ ഇതെല്ലാം നന്നായി അറിഞ്ഞുകൂടി. അങ്ങനെ സന്തോഷമായിട്ട് രണ്ട് കൊണ്ടൊക്കെ പിടിച്ച് കാകോള പങ്കരസ് നീക്കി കളഞ്ഞു. കൈ കൊണ്ട് പിടിച്ച് അങ്ങോട്ടും ഇട്ടൊക്കെ തൂത്ത് തുടച്ചങ്ങ് കളഞ്ഞു. ഭഗവാൻ അറിയാം അവള് വിഷമൂലയും കൊണ്ടാണ് വന്നേക്കുന്നത്, അത് കാകോളം വിഷം പുരട്ടിക്കൊണ്ടാണ് വന്നേക്കുന്നതെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു, രണ്ട് കൈ കൊണ്ടും മാറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രണ്ട് പിടുത്തൊക്കെ പിടിച്ച് തുടച്ചൊക്കെ അങ്ങ് കളഞ്ഞ്. എന്നിട്ട് കാകോള പങ്കരസത്തെ, പങ്കം അഴുക്ക്, കാകോള വിഷമാകുന്ന അഴുക്ക് ആ രസം കൈകൊണ്ട് നീക്കിയൊക്കെ കളഞ്ഞിട്ട് ആകുതുകേന പാനം തുടങ്ങിയിടാൻ. അങ്ങനെ കുഞ്ഞങ്ങോട്ട് കുടി തുടങ്ങി. മാതാവ് തൻ മുല പോലെ നിരന്തരം, മാതാവിൻ്റെ പാൽ എങ്ങനാ കുടിക്കുന്നേ അതുപോലെ തന്നെ. ഏതും പയസ്സുകൾ കിട്ടാകയാൽ അതികോപേന നിർദ്ദയാം അവൾ തന്നെ ജീവനെ കൂടെ കുടിച്ചു തുടങ്ങിനാൻ. കുഞ്ഞ് കുടിച്ചപ്പോൾ പാല് കിട്ടുന്ന പയസ് എന്ന് പറഞ്ഞാൽ പാല് കിട്ടാഞ്ഞപ്പോൾ കുഞ്ഞിന് ദേഷ്യം വന്ന് ഏതും പയസ്സുകൾ കിട്ടാകയാൽ അതികോപേന, അത്ര ദേഷ്യത്തോടെ നിർദ്ദയാം അവൾ തന്നെ ഒരു ദയയും കൂട്ടിയില്ല, അവളോട് ഒരു ദയ കാണിക്കാതെ നിർദ്ദയ അങ്ങനെ അവളുടെ ജീവനെ കൂടെ ഭഗവാനം കുടിച്ചു തുടങ്ങി. എന്തായാലും പാല് കുടിക്കാനല്ലേ എടുത്തു കൊടുത്തത്, എന്നാൽ നന്നായി കുടിക്കാമെന്ന് കരുതി. പ്രാണങ്ങളെ പരമാത്മാ ജഗന്മയൻ പാനം തുടങ്ങിയ പോത് അസുരാംഗന, ഇവിടെ അസുരാംഗന അസുരവർഗമാണല്ലോ. അങ്ങനെ പ്രാണങ്ങളെ പരമാത്മാ ജഗന്മൻ എന്ത് ചെയ്തു, പാനം അങ്ങ് തുടങ്ങി, അവളെ പ്രാണനെ കൂടെ അങ്ങ് കുടിച്ചു തുടങ്ങി. പോത അസുരാംഗന, പോത തുടങ്ങി, പോതം കുട്ടി, അത് കൃഷ്ണൻ. പാനം തുടങ്ങിയ പോത അസുരാംഗന വേദന പൂണ്ടാൾ അനുക്രമാൽ ഇന്ദിരാനാഥനും മേന്മേൽ നൂർന്നാനുടനുടൻ. അങ്ങനെ ഭഗവാൻ അങ്ങനെ അവളെ നന്നായിട്ട് അവൾ വേദന കൊണ്ടങ്ങനെ അനുക്രമാൽ ഇന്ദിരാനാഥന് മേന്മേൽ അത്രത്തോളം വീണ്ടും വീണ്ടും വേദനിപ്പിച്ചു. അവൾ എന്തെല്ലാം പറഞ്ഞിട്ട് അവളെ പ്രാണനെ കൂടെ ഭഗവാനം കുടിക്കുവാണ്. പ്രാണങ്ങളെ പരമാത്മാ ജഗന്മയൻ പാനം തുടങ്ങിയ പോത് അസുരാംഗന വേദന പൂണ്ടാൾ അനുക്രമാൽ ഇന്ദിരാനാഥന് മേന്മേൽ നുകർന്നാനുടനുടൻ. അവളുടെ വേദനയൊന്നും ഭഗവാൻ കണക്കാക്കിയില്ല, നന്നായി അങ്ങ് നുകർന്നു ജീവനെ കൂടെ. അന്നേരം ഏറിയ സങ്കടം പൂണ്ട് അവൾ, അത്രത്തോളം അങ്ങോട്ട് വിഷമമായി അവൾക്ക്. അങ്ങനെ അത്രമാത്രം വേദന കൂടിയപ്പോൾ അവൾക്ക് ഏറിയ സങ്കടമായി. സങ്കടം പൂണ്ട് അവൾ ഉണ്ണി വിടന്നു ബാലൻ മുഖാംബോരുഹം ചെമ്മേ പിടിച്ചകറ്റിയിടുമ്പോഴോട്, കുട്ടിയുടെ മുഖം പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അകറ്റുക, ഉണ്ണി വിട് വിട് എന്ന് പറയും. കുഞ്ഞിൻ്റെ മുഖം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് അകറ്റിയിടുമ്പോഴുടൻ അമ്മായികൻ മുറുക്കിയിടാനേറ്റു. അപ്പോൾ കുഞ്ഞെന്ത് ചെയ്തു, ഒത്തിരിയോട് അങ്ങ് മുറുക്കി പിടിച്ചു, കടിച്ച് മുറുക്കി രക്തമൊക്കെ അങ്ങ് എടുക്കട്ടെ. അങ്ങനെ അമ്മായികൻ, അത് കണ്ണൻ, മുറുക്കിടാൻ ഏറ്റവും വന്നോരഴൽ സഹിയാൻ അസുരാംഗന തന്നോട് ദന്തം വിളിച്ചു കൂന്നിയിടിനാൾ. അവളെ പല്ലെല്ലാം ഇളിച്ച് അത്രമാത്രം ഞെരിച്ച് പിടിക്കുന്നു വേദന കൊണ്ട്. പിന്നെ ഞെളിഞ്ഞു തുടങ്ങിനാൾ കേവലം എന്നല്ല ചെമ്മേ പിരിഞ്ഞു തുടങ്ങിനാൾ, ഞെളിഞ്ഞും പിരിഞ്ഞും കണ്ണീർ ചൊരിഞ്ഞും കരഞ്ഞും മുലവിടന്നുണ്ണിയോടേറെ പറഞ്ഞും പദങ്ങളാൽ മന്നിടൻ തന്നിൽ അറിഞ്ഞും പൊടുന്നനെ കണ്ണൻ തുറച്ചു മലർന്ന് വീടിനാൾ. അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കുഞ്ഞു വിട്ടില്ല. അങ്ങനെ അവസാനം എന്തുവന്ന്, കണ്ണൊക്കെ തള്ളി തുറിച്ചങ്ങ് മലർന്നങ്ങ് വീണ് വിറച്ച് രോമങ്ങൾ തോറും ചെറു ശോണിതവും പൊടിഞ്ഞാശു. രോമദ്വാരത്തിൽ കൂടെല്ലാം ശോണിതം രക്തമൊക്കെ പൊടിഞ്ഞ് പ്രാണനെ മാധവൻ വായിൽ കൊടുത്ത് അടങ്ങിനാൾ. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്ത്, ചോടിതൊക്കെ അങ്ങ് പൊടിഞ്ഞ് ആശു പ്രാണനെ മാധവൻ വായിൽ കൊടുത്തടങ്ങിയിടിനാൾ. അങ്ങനെ അവക്കുള്ള പ്രാണനൊക്കെ ഭഗവാന്റെ വായിൽ തന്നെ അങ്ങ് പോയി. നാഥനും വക്ഷസി ലീല തുടങ്ങിനാൻ. മോഹന രൂപമായി വന്നവൾ നല്ല സുന്ദരിയായിട്ട് വന്നവളാണ്. പിന്നെ അവൾ മരിക്കാൻ വീണപ്പോൾ എങ്ങനായി, മോഹനരൂപമായി വന്നവൾ തന്നുയിരാഹന്ത വേർപിരിഞ്ഞിടും പൊഴുത് അവളെ ഉയിര് പോയപ്പോൾ തൻ വേഷമായി വന്നു ചമഞ്ഞാൾ അതിശയ ഭീഷണ രൂപയായി. അപ്പോൾ അവൾക്കുള്ള യഥാർത്ഥ രൂപമായി ആഹന്ത
ഉയരങ്ങോട്ട് പോയപ്പോൾ, അവളെ ജീവൻ പോയപ്പോൾ വേർപിരിഞ്ഞിടും പൊഴുത് തൻ വേഷമായി അവൾ യഥാർത്ഥ വേഷം വന്ന് ചമഞ്ഞാൾ. അതിശയ ഭീഷണരൂപമായി വന്ന അവൾ അഞ്ജസ, അതിഭയങ്കരമായൊരു പർവ്വതം പോലെ, ഒരു പർവ്വതം എങ്ങനെയാ ചിറകറ്റ് വരുന്ന പർവ്വതം പോലെ. അഞ്ജസ വേദന പൂണ്ട് അലറിയിടുന്ന നാദവും, അവൾ വീണപ്പോൾ എന്ത് വന്നു? അലറിക്കൊണ്ടാണ് വീഴുന്ന അലറിയിടുന്ന നാദവും. പിന്നെയോ മേദിനി തന്നിൽ വീണിയിടുന്ന നാദവും. മേദിനി ഭൂമിയിൽ അവൾ വന്ന് വീഴുന്ന സൗണ്ടും അവിടെ അലറക്കണത്തിൻ്റെ സൗണ്ടും കൂടെ ആയപ്പം കൂടെ കലർന്ന്, രണ്ടും കൂടെ കലർന്നപ്പോൾ എന്ത് വന്നു? ബ്രഹ്മാണ്ട കടാഹത്തിനൂടെ വിറയിൽ പിടിച്ചതും അല്ലവേ. ബ്രഹ്മാണ്ടം വിറച്ച് അത്രമാത്രമാണ് അലറക്കവും ഒരു പർവ്വതം വീണ സൗണ്ടും രണ്ടും കൂടെ ചേർന്ന് ഒന്നായി അലറക്കവും വീഴ്ചയുടെ സൗണ്ടുണ്ടായപ്പോൾ ബ്രഹ്മാണ്ട കടാഹമൊക്കെ ഒന്ന് വിറച്ചു. ഘോര നിനാദപ്രതിധ്വനി പൂരവും, അതിഭയങ്കരമായ നാദപ്രതിധ്വനി പൂരവും. പാരിൽ പരന്നു മുഴങ്ങി നിന്നു തുലോം, അതിൻ്റെ പ്രതിധ്വനി പാരിൽ കുറച്ചു നേരത്തേക്ക് മുഴങ്ങി നിന്നു. പ്രാണികുലം പ്രളയാവധി എന്നൊരു മാനസ ദീനത പൂണ്ടരണ്ടിടിനാർ. തൽക്ഷണം അങ്ങനെ ചത്തുമറിഞ്ഞ് പഷാരിതനുടെ വജ്രമേറ്റേകത, അവൾ ചത്തുമറിഞ്ഞ് വീണപ്പോൾ എന്താ ഇന്ദ്രൻ്റെ വജ്രം പർവ്വതങ്ങളുടെ ചിറകറ്റ് മുറിച്ച് വീണതുപോലെ. പർവ്വതങ്ങളുടെ ചിറകറ്റാൽ എങ്ങനെ വീഴുന്നേ? അതുപോലെ ഇവളൊരു പർവ്വതമാണ്, ചിറകില്ലാത്ത പർവ്വതം വീണതുപോലെ ആണ് വീണത്. തൽക്ഷണം അങ്ങനെ ചത്തുമറിഞ്ഞാക പക്ഷാരിതനുടെ വജ്രമേറ്റേകത, ഇന്ദ്രൻ്റെ വജ്രമേറ്റ് വീണതുപോലെ. പർവ്വതത്തിൻ്റെ ചിറകറ്റ് വീഴുമ്പോൾ വജ്രായുധം കൊണ്ടാണല്ലോ പർവ്വതത്തിന് ചിറകറ്റത് ഇന്ദ്രൻ. അതുപോലെ ഇവള് ചിറകറ്റ് വീണതുപോലെ ആണ് വീണത്. അത്ര ഒരു പർവ്വതമാണെന്ന്. മുഷ്കരനാകിയ വൃത്രാസുരനിവ ഷൽക്കാതമായതുകൊണ്ടവൾ തന്നെ വിഗ്രഹം വീണ് കിടക്കുന്നതങ്ങ്. അതിലുൾക്കകപ്പെട്ട വൃക്ഷാദികൾ സർവവും ചിക്കനെ ചേർന്നു ചതഞ്ഞഴിഞ്ഞൂപരാൽ. അതായത് 6 കാതം അവളുടെ വിഗ്രഹം, അവളുടെ വിഗ്രഹം ശരീരം 6 കാതം അത്രയും സ്ഥലത്തുള്ള വൃക്ഷങ്ങളെല്ലാം ചതഞ്ഞങ്ങരഞ്ഞു. നമുക്കറിഞ്ഞൂടെ ഈ എന്തോ പറയുന്നത്, ഈ ഉരുൾപൊട്ടലിന് അവിടെയൊക്കെ നിൽക്കുന്ന വൃക്ഷങ്ങളെല്ലാം എങ്ങനെയാ കടപുഴുകി വീഴുന്നത്. അതുപോലെ ഈ പർവ്വതം വീണപ്പോൾ, പൂതനെ എന്ന് പറയുന്ന പർവ്വതം വീണപ്പോൾ അവിടെ അത്രയും സ്ഥലത്ത് നിന്ന് വൃക്ഷങ്ങളെല്ലാം ചതഞ്ഞരഞ്ഞു പോയി. ഷൽക്കാതമായതുകൊണ്ട് അവൾ തന്നെ വിഗ്രഹം വീണ് കിടക്കുന്നത് അങ്ങ് അതിൽ ഉൾക്കകപ്പെട്ട ആ ശരീരത്തിനകത്ത് എത്രമാത്രം വൃക്ഷങ്ങളുണ്ടോ വീണടുത്ത് അതല്ല വൃക്ഷാദികൾ സർവവും ചിക്കനെ ചേർന്ന് ചതഞ്ഞഴിഞ്ഞൂപരാൽ. പെട്ടെന്ന് തന്നെ അതെല്ലാം ചേർന്നങ്ങ് അവളുടെ ശരീരവും ഭൂമിയായിട്ട് ഉരസി ചേർന്നങ്ങ് അരഞ്ഞുപോയി. ഒക്കവേ കർക്കശയാം അവൾ തന്നെ വക്ത്രരന്ധ്ര അങ്കുര ദംഷ, ഓരോ അവിടെ വക്ത്രം അവിടെ വായിലെ രന്ധ്ര ദ്വാരത്തിലെ വായ്ക്കകത്തെ ദംഷ്ടയോ, അത് ദംഷ്ട എന്തുവാണ് പറയുന്നത്, ഈ അസുരന്മാർക്ക് ദംഷ്ടകളുണ്ട്, അത്ര ഘോര ഭയങ്കരിയാ അവക്കുള്ള പല്ലുകൾ. അതെല്ലാം എന്താ പറയുന്നേ, ഓരോ കരുവിക്കോൽ, അതിനെന്തോ ഒരു കണക്കാണ്, കരുവിക്കോൽ കണക്കേ ഇരിക്കുന്നിതു. വട്ടം തിരണ്ട് കുഴിഞ്ഞ് നീർവറ്റിയ പൊട്ട കിണറുകൾ പോലെ മിഴികളും, കിണറ്റിൽ വെള്ളമില്ലാത്ത പൊട്ട കിണറുകൾ പോലെയാണ് അവളെ കണ്ണുകൾ, അത്ര കുഴിഞ്ഞ കണ്ണുകളും. വിസ്തൃതാഗാധം ഹ്രദം വിസ്തൃത അഗാധ ഹ്രദം ജലം അറ്റ്, അതിനൊത്ത ജഠരം മണൽത്തിട്ട പോലവേ. അത്രമാത്രം വിശാലമായ വയറും ഒക്കെ ആണല്ലോ അതിന്. എങ്ങനെയാ വിസ്തൃതാഗാധ ഹ്രദം, ജലമറ്റ്, അതായത് കയം പോലെ ഇരിക്കുക, പക്ഷെ ജലം അറ്റതി, ജലമില്ലാത്ത കയം പോലെ ഒത്ത ജഠരം, അത്ര വലിയ വയറാണ്. മണൽത്തിട്ട പോലവേ, തിട്ട വെച്ചതുപോലെ ഇരിക്കുന്ന വയറ്, പക്ഷെ വെള്ളമില്ല, കയമാണെന്ന് തോന്നും. ഈ നദിയിലൊക്കെ കയം ഉണ്ടല്ലേ, പക്ഷേ ഇത് വെള്ളമില്ലാത്ത കയം, അത്ര കുഴിഞ്ഞ വയറും. വസ്തിയും സേതുബന്ധങ്ങൾ പോലെ പദഹസ്തങ്ങൾ അതിഭീഷണമെത്രയും. ഇതെല്ലാം കണ്ടപ്പോൾ ഭയങ്കരമായൊരു പർവ്വതത്തിൻ്റെ ഇതെല്ലാം കണ്ട ആരും ഭയക്കും. ദൃഷ്ടുവ കിടക്കുന്ന പൂതന തന്നുള്ളിൽ ഇങ്ങനെ ഇവള് കിടക്കുന്നത് ഇങ്ങനെ കണ്ടപ്പോൾ, അതായത് ദൃഷ്ടുവ ഇങ്ങനെ ഹസ്തങ്ങളും ആ വലിയ കൈകളും ഇതൊക്കെ കണ്ടപ്പോൾ ഭീഷണം എത്രയും ദൃഷ്ടം അത് കണ്ടു കിടക്കുന്ന പൂതന തന്നുടൽ തുഷ്ടി കലർന്നു ചുഴന്നണഞ്ഞൊക്കവേ തിക്കി തിരക്കി പശുപാല സംഘവും. മൈക്കണ്ണിമാർ ബാലവൃദ്ധാദി സർവരും ചെന്ന് നോക്കുമിതു. നന്ദജനാകിയ പന്നകശായി പരൻപുരുഷൻ ഖിന്നത വിട്ട് അവൾ തന്നുടെ മാരടം തന്നിൽ കളിച്ചു കിടക്കയാകുന്നതും. എല്ലാവരും വന്ന് ഗോപന്മാർ, അത് ബാലവൃദ്ധാദി കുട്ടികളും വയസ്സരും പിന്നെ പശുപാല സംഘവും ഗോപന്മാരും എല്ലാവരും അവിടെ ഓടി, മൈക്കണ്ണിമാരും എല്ലാവരും വന്നിത് കണ്ടു. കാരണം ഈ സൗണ്ട് കേട്ട ആരാ വരാത്തെ?
എല്ലാം പ്രപഞ്ചം പോലും കുലുങ്ങിപ്പോയില്ലയോ, അണ്ടകടാഹം വിറച്ചില്ലേ. അപ്പോഴെല്ലാവരും ഓടി കൂടി വന്നു. എല്ലാം നോക്കിയപ്പോൾ എന്താ, കുഞ്ഞ് അവളുടെ മാറിടത്തിലിരുന്ന് ഖിന്നത വിട്ട് വിഷമമില്ലാതെ ഇരുന്ന് കളിക്കുന്നു. ഖിന്നത വിട്ട് അവൾ തന്നെ മാറിടം, കുഞ്ഞ് വീടത്തിൽ അത്ര ഭയങ്കര മാറിടമായിരിക്കും, അത്ര പർവ്വതമല്ലേ, അത്രമാത്രം വയറൊക്കെ എന്താ പൊട്ടക്കിണർ, അത്രമാത്രം കയം പോലെ, കണ്ണൻ്റെ കുഴിയാണെങ്കിൽ പൊട്ടക്കിണർ പോലെ, അങ്ങനെയെല്ലാം ഉള്ള ഒരു ഭയങ്കര രൂപമാണ് അവിടെ. എന്നാലും കുഞ്ഞിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഖിന്നത വിട്ട് അവൾ തന്നെ മാറിടം തന്നിൽ കളിച്ച് കിടക്കുകയാകുന്നതും. അങ്ങനെ കുഞ്ഞ് കളിച്ച് കിടക്കട്ടെ. നമുക്ക് നാളെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്രയും മതി. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഒത്തിരി സമയം എടുക്കും, അല്ലെങ്കിൽ ഒന്നും ചിലപ്പം മുമ്പൊക്കെ വായിച്ചെങ്കിലും അതൊന്നും എല്ലാവരുടെയും മനസ്സിൽ, അത് വീണ്ടും വീണ്ടും വായിച്ചെങ്കിലേ മനസ്സിലിരിക്കൂ. അവർ അന്നൊന്ന് വായിച്ചങ്ങ് പോയി. അത് പഠിക്കണമെന്നുള്ളവർ വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കണ്ടേ. എൻ്റെ ഒരു ഊഹമാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും എൻ്റെ തോന്നൽ, അറിയാത്തവർ ഇനിയും പുതിയ പുതിയ ആൾക്കാർ കാണുമല്ലോ, ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ കേട്ടോട്ടെന്ന് കരുതി ഞാൻ നിങ്ങൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. സമയം പോയതുകൊണ്ട് നിർത്തുവാണ്. നാളെ നമുക്ക് എൻ്റെ ബാക്കി ദൈവം സഹായിക്കുന്നെങ്കിൽ വായിക്കാം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. നാളത്തെ കാര്യം നമ്മുടേതല്ലല്ലോ. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.